ഹായ് ഹലോ. അപ്പോൾ നമ്മളെ റതം സീരീസിൻ്റെ രണ്ടാമത്തെ പാട്ടാണിത്. അപ്പോൾ ഇതൊരു സ്നാക്കാണ്. ചിക്കനും ഉരുളൻകിഴങ്ങും ചീസൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം ഒരു 100 ഗ്രാം ചിക്കൻ ഞാൻ ഇതേപോലെ പുഴുങ്ങി ഉപ്പിട്ടിട്ട് പുഴുങ്ങി ഇങ്ങനെ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 വലിയ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ നുറുക്കിയിട്ട് പുഴുങ്ങിയെടുക്കുക. എന്നിട്ട് ഒറിഗാനോ 2 സ്പൂണ്, മുളകും പൊടി 1.5 സ്പൂണ്, കുരുമുളക് പൊടിയും 1.5 സ്പൂണ്, ഇവയെല്ലാം മിക്സ് ചെയ്ത് ഉപ്പും ചേർത്ത് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഉപ്പ് ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയതിലും അതേപോലെ ചിക്കനിലും ഒരു തരി ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു പാത്രത്തിൽ ഒരു 2-3 സ്പൂൺ മൈദയും ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കുക. അത് നമ്മളിപ്പോൾ ഒരു ദോശയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു ഇത്തിരി ലൂസിൽ വേണം കേട്ടോ എടുക്കാൻ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ചിക്കൻ്റെ മിക്സും ഇതുപോലെ കയ്യിൽ പരത്തി, എന്നിട്ട് ചീസിലെ അമൂലിൻ്റെ മസാല ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ചീസ് അതിൽ ഉള്ളിൽ വെച്ച് നന്നായിട്ടൊരു ബോളാക്കുക. നമ്മളിപ്പോൾ ഒരു ചീസ് ബോളൊക്കെ ഇല്ലേ, അതേപോലത്തെ ഒരു പരിവാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഉരുളലാക്കിയിട്ട് ആദ്യം നമ്മൾ മൈദയിൽ ഉണ്ടാക്കി വെച്ച ബാറ്ററിൽ ഒന്ന് ടിപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ട്, അതിലൊന്ന് ടിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ ഓരോന്ന് നമ്മൾ ആക്കിയതിന് ശേഷം ഇതേപോലെ നമ്മളിപ്പോൾ ചില ഉരുളകൾ നമുക്ക് വലിയ സൈസായി വരും, ചില ഉരുളകൾ ചെറുത്. എനിക്ക് അങ്ങനെ കേട്ടോ വരുന്നത്. എനിക്കെല്ലാം ഒരേ സൈസായിട്ട് വരാൻ കുത്താൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒന്നും കൂടി കാണിക്കുന്നുണ്ട്. ഇതിൽ ഇത് നമുക്ക് കോഴിമുട്ട ഇങ്ങനെ കലക്കിയിട്ട് അതിൽ ഡിപ്പ് ചെയ്യണമെന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഈ കട്ട്ലേറ്റൊക്കെ നമ്മൾ ചെയ്യൂലേ, അതുപോലെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനും മൈദയിലാണ് ആക്കിയത്. എനിക്ക് കോഴിമുട്ടയിൽ അങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ അത് കാരണം ഞാൻ മൈദ എടുത്തത്. അപ്പോൾ ഇതിലെടുത്താലും നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല പൊരിച്ചാൻ വരുമ്പോൾ ചീസ് ഇങ്ങനെ വലിഞ്ഞ് വരുന്നത് കാണാൻ നല്ല രസമാണ്, നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ്. അങ്ങനെ നമുക്കിങ്ങനെ കാണും. അപ്പോൾ ഞാൻ 100 ഗ്രാം ചിക്കനും 2 വലിയ ഉരുളൻകിഴങ്ങും എടുത്തിട്ട് എനിക്ക് ഒരു 18-20ൻ്റെ അടുത്ത് എനിക്ക് ബോൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അതേ ലെവലിലെടുത്താൽ നിങ്ങൾക്കും ഒരു ടൈം കഴിക്കാൻ 4-5 പേർക്ക് കഴിക്കാനൊക്കെ അത്യാവശ്യം ഇവ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ബോളുകളൊക്കെ ഇവിടെ റെഡി ആയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഞാനിതിൽ അത്യാവശ്യം അധികം വെണ്ണ ഒഴിച്ചിട്ട് നല്ല മുങ്ങിപ്പൊരിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. എന്നാലാണ് എല്ലാ ഭാഗവും നമുക്ക് കറക്റ്റായിട്ട് വെന്ത് ചീസൊക്കെ അതിനുള്ളിലിരുന്ന് മൾട്ടായി നമുക്ക് ഈ പറഞ്ഞ പോലെ വലിഞ്ഞ് വരുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ബോള് ഇത്രയാണ് വരുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, അമൂലിൻ്റെ ചടാർ ചീസ്, കടല മസാല ചീസാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത്. അങ്ങനെ എണ്ണ ഒഴിച്ചു. ഇനി എണ്ണ ചൂടായതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിടാവുന്ന രീതിയിൽ അങ്ങോട്ടും ഇളക്കി നമ്മൾ സാധാരണ കട്ട്ലേറ്റൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ അല്ലെങ്കിൽ സമൂസൊക്കെ പൊരിച്ചെടുക്കുന്നത് പോലെ നമുക്കത് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. ഇതാണ് എൻ്റെ ഇന്നത്തെ റംദാൻ സീരീസിലെ രണ്ടാമത്തെ പാട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.